ഗൈസ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ആൻഡ് മമ്മി. ഇന്ന് അമ്മൂസിൻ്റെ അമ്മ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ്. റിവ്യൂ എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവാണ്. കാരണം ഇപ്പം കുറച്ച് ട്രെൻഡാണ് ആക്ച്വലി. ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നൊക്കെ കാണുന്ന ഒരു പരസ്യം അത് കണ്ടിട്ട് തന്നെയാണ് ഞാനും ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ഹെയർ ഡിപ്ലേഷൻ പാക്ക് എന്ന് പറഞ്ഞിട്ട് ദ ഹേർഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ്. ഇതാണ് സാധനം. നിങ്ങളെല്ലാവരും ഇപ്പം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റയും ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് കാണുന്നുണ്ടായിരിക്കും ഈ പ്രൊഡക്റ്റ്, ഇല്ലേ? കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു ആയുർവേദിക് സ്മെല്ലാണ്. ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഒരു പച്ച കളർ പൊടി കുറച്ച് ബാക്കിയുള്ളൂ. ഇവർ പറഞ്ഞ ടൈം എന്ന് പറയുന്നത് 3 months യൂസ് ചെയ്യണമെന്നാണ്. ഞാനിപ്പോൾ ഒരു 2 months ആക്ച്വലി യൂസ് ചെയ്തു. അപ്പം നമുക്ക് എല്ലാവരുടെയും നമ്മുടെ ഹെയറൊന്നുമില്ല ഫേസിൽ, പക്ഷെ നമുക്ക് ഈ പ്രശ്നം ഓൾമോസ്റ്റ് PCOD ഉള്ള എല്ലാവർക്കും, അതുപോലെ തന്നെ അല്ലാതെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ഫേഷ്യൽ ഹെയർസ് ഉണ്ട്. ചിലർക്ക് ഇത്തിരി കുറച്ച് കൂടുതലാകുമ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുന്നു മാത്രം. ആക്ച്വലി കുറച്ച് ഫെയർ ആയിക്കഴിഞ്ഞാൽ ഉള്ള ആൾക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും. എനിക്കുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വരും, പിന്നെ ഈ സൈഡിൽ കുറച്ച് വരും, പിന്നെ കൃതാവ് കുറച്ച് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരും. ഇപ്പോഴും ഉണ്ട്, ശ്രദ്ധിച്ചൊക്കെ ഇങ്ങനെ അറിയാം. അപ്പം ഇങ്ങനെ ആക്ച്വലി നമ്മൾ ബ്ലീച്ചും കാര്യങ്ങളൊക്കെ ചെയ്തൊരു ഫേഷ്യലൊക്കെ ചെയ്ത ഫങ്ഷനൊന്നും അങ്ങനെ എടുത്ത് കാണിക്കില്ല. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ നമുക്ക് ബ്ലീച്ചും ഫേഷ്യലൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ എന്ന് വെച്ചിട്ട് ഇത് കളയാൻ പറ്റുമോ എന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ ലേസറും ഇലക്ട്രോളിസിസും ഒക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. അത് കുറച്ച് എക്സ്പെൻസീവാണ് ആക്ച്വലി. ഇത് ഒരു സിറ്റിങ്ങിന് 4500 5000 അങ്ങനെയൊക്കെ വരുന്നത്. കുറച്ച് ഇലക്ട്രോളിസിന് കുറച്ചും കൂടി റേറ്റ് കുറവാണ് ഓരോ സിറ്റിങ്ങിനും, പക്ഷെ അത് കുറേ സിറ്റിംഗ് ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് അത്രയും ഇതിലേക്ക് പോകാനുള്ള പ്രശ്നം നമുക്കില്ല, എന്നാൽ നമുക്ക് പ്രശ്നമുണ്ട് താനും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ്, ദ ഹേർഡ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കണ്ടു. ഹെയർ ഡിപ്പിലേഷൻ പാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നല്ലതായിരിക്കും. റിവ്യൂ ഒന്നും ആരും പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ അറിയാം. നിങ്ങൾ അതിൻ്റെ ഞാനൊരു ഇൻസ്റ്റാ സ്റ്റോറിയിൽ നിന്നാണ് മേടിച്ചത്. അതിലിങ്ങനെ റിവ്യൂ ഇടുമല്ലോ ആളുകൾ. അവരൊന്നും അങ്ങനെ ഇത് നല്ല പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ യൂസ് ചെയ്തിട്ട് മാറിയെന്നൊന്നും ആരും ഇട്ടിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് പ്രൈസ് പ്ലീസ് എന്ന് പറയുന്ന അതിട്ടിട്ട് ഒരുപാട് പേര് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. തോന്നുന്നു ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ കയ്യിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ട്, അപ്പം നമ്മൾ കുറച്ച് ദിവസമല്ലേ യൂസ് ചെയ്യുള്ളൂ. ഒരു 3 months കണ്ടു. ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഏരിയയിലൊക്കെയാണ് കുറച്ച് ഇടുക. അപ്പോൾ ഞാൻ 2 monthsോളം യൂസ് ചെയ്തു, പക്ഷേ ഒരു ചേഞ്ചും ഇല്ല. ഇത് കുറച്ച് നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഉണ്ടാക്കണില്ല കേട്ടോ ഈ സാധനം. നല്ല സ്മെല്ലും നല്ല ആയുർവേദിക് സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇതിൽ പറഞ്ഞിട്ടുള്ള നീമും സംഭവങ്ങളൊക്കെ നമ്മുടെ ഫേസിന് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ സ്കിന്നിന് കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്, ഇവർ പറയുന്ന ഈ റിസൾട്ട് എനിക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയില്ല. അപ്പം ഇനി ഒരു മന്തും കൂടി ഈ 2 months യൂസ് ചെയ്തിട്ട് ഒരു വ്യത്യാസം എനിക്ക് കാണാത്തപ്പോൾ ഇനി ഒരു ബോട്ടിലും കൂടി മേടിക്കാൻ ഞാൻ തയ്യാറല്ല. ഇത് വാങ്ങിയിട്ട് ഇനി ആർക്കെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ പറയണേ. ഇനിയിപ്പോൾ എനിക്ക് മാത്രമാണോ റിസൾട്ട് ഇല്ലാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പെട്ടെന്ന് ചാടിക്കരുത് വാങ്ങാൻ. കാരണം ഇതിനത്ര പ്രൈസ് നമുക്ക് അഫോർഡബിളാണ്. എനിക്ക് തോന്നുന്നു ഒരു 500 അങ്ങനെ എന്തോ ആണ് വാങ്ങിയത്. അപ്പം നമുക്ക് അഫോർഡബിളാണ്. അപ്പം എല്ലാവരും പെട്ടെന്ന് വാങ്ങുകയും ചെയ്യും. പക്ഷേ ഇത് ആക്ച്വലി എൻ്റെ കാര്യത്തിൽ ഈ പ്രൊഡക്റ്റ് ഒരു തോൽവിയായിരുന്നു ഗൈസ്. അപ്പം എന്നെപ്പോലെ എനിക്ക് PCOS പ്രോബ്ലം അങ്ങനെയൊക്കെ ഉള്ള ഹോർമോൺ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്നെപ്പോലെയുള്ള ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ മൂലം ഫേഷ്യൽ ഹെയർസ് ഉള്ളവർക്ക്
ഈ പ്രൊഡക്റ്റ് കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അങ്ങനെ യൂസ് ചെയ്തിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതും ഒന്ന് പറയാം കേട്ടോ. ഇനി പറയാൻ പറ്റില്ല എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്താം. അപ്പം പുതിയ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ, പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.